ഇംഗ്ലണ്ടും ശ്രീലങ്കയും തമ്മിലുള്ള മൂന്നാമത്തെയും പരമ്പരയിലെ വിജയിയെ തീരുമാനിക്കുന്നതുമായ ഏകദിന മത്സരം ഇപ്പോൾ കൊളംബോയിലെ ആർ. പ്രേമദാസ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുകയാണ്. 2026 ജനുവരി 27 ചൊവ്വാഴ്ച ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് ടോസ് നേടി പരമ്പരയുടെ വിധി നിർണ്ണയിക്കുന്ന ഈ പ്രധാന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രാത്രി 2 മണി കഴിഞ്ഞ് 30 മിനിറ്റിനാണ് ഏകദേശം UTC 9 മണിയോടെ മത്സരം തുടങ്ങിയത്. ഇരു ടീമുകളും ഓരോ വിജയം നേടി പരമ്പരയിൽ സമനിലയിൽ നിൽക്കുന്നതുകൊണ്ട് വലിയ പ്രാധാന്യമുണ്ട്. പരമ്പര ജയിക്കാൻ അവർ കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. കളി തുടങ്ങിയപ്പോൾ തന്നെ ഇംഗ്ലണ്ടിന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ നഷ്ടമായത് ടീമിന് സമ്മർദ്ദമുണ്ടാക്കിയിട്ടുണ്ട്. ഈ മത്സരത്തോടെ ഇംഗ്ലണ്ടിന്റെ ശ്രീലങ്കൻ പര്യടനത്തിലെ ഏകദിനം അവസാനിക്കും. ഇതിന് പിന്നാലെ ജനുവരി 30-ന് 3 മത്സരങ്ങളുള്ള T20 പരമ്പരയും ആരംഭിക്കും. ഈ മത്സരം പരമ്പരയുടെ ഫലത്തെ മാത്രമല്ല ടീമുകളുടെ റാങ്കിങ്ങിനെയും വരാനിരിക്കുന്ന അന്താരാഷ്ട്ര ടൂർണമെന്റുകൾക്ക് മുന്നോടിയായി കളിക്കാരുടെ ആത്മവിശ്വാസത്തെയും സ്വാധീനിക്കുന്ന ഒന്നാണ്. People often ask how this channel puts out content like this so consistently. And honestly, I'm not doing the heavy lifting manually. I'm using Helios. It's the AI engine we built to handle the impossible parts of creation. It is literally the power behind what you just watched. If you want that kind of speed and quality at your fingertips, don't just watch AI build the future. Start building it yourself. Helios is finally open to the public. Check the link in the description and go bring the heat. ഓരോ മത്സരം വീതം ജയിച്ച് പരമ്പര ഇപ്പോഴൊരു നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ആദ്യ ഏകദിനത്തിൽ ശ്രീലങ്കയായിരുന്നു വിജയികൾ. 272 റൺസ് വിജയകരമായി പ്രതിരോധിച്ച് 19 റൺസിനാണ് അവർ കളി ജയിച്ചത്. എന്നാൽ രണ്ടാം ഏകദിനത്തിൽ ഇംഗ്ലണ്ട് ശക്തമായി തിരിച്ചടിച്ചു. 5 വിക്കറ്റ് നഷ്ടത്തിൽ 223 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് അവർ 5 വിക്കറ്റിന്റെ വിജയം സ്വന്തമാക്കി. ആ ചേസിൽ പരിചയസമ്പന്നനായ ജോ റൂട്ട് 75 റൺസെടുത്ത് നിർണായക പങ്കുവഹിച്ചു. ഈ പരമ്പരയിലുടനീളം ഇംഗ്ലണ്ടിന്റെ ബെൻ ഡക്കറ്റ് സ്ഥിരതയാർന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. ശ്രീലങ്കൻ നിരയിൽ വാനിന്ദു ഹസരംഗയും ജനിത ലിയാനഗയും ശ്രദ്ധേയ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. പ്രേമദാസയിലെ പിച്ച് ഒരു പ്രത്യേക വെല്ലുവിളിയാണ്. സ്പിൻ ബൌളർമാർക്ക് ചരിത്രപരമായി മുൻതൂക്കം നൽകുന്ന സ്ലോയും ലോയുമായ ഒരു പിച്ചാണിത്. കൊളംബോയിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ ചൂടും ഈർപ്പവുമുള്ളതാണ്. ഏകദേശം 31 ഡിഗ്രി സെൽഷ്യസാണ് താപനില. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് 50% സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ കളിയെ ബാധിക്കാനും സാധ്യതയുണ്ട്. ഇംഗ്ലണ്ടിന്റെ മൂന്നാം ഏകദിനത്തിലെ ഇന്നിംഗ്സ് പുരോഗമിക്കുകയാണ്. ടീമിന് തുടക്കത്തിൽ തന്നെ ചില തിരിച്ചടികൾ നേരിട്ടു. ബെൻ ഡക്കറ്റ് വെറും 6 റൺസെടുത്ത് പുറത്തായി. ധനഞ്ജയയുടെ പന്തിൽ വെല്ലാലകയുടെ കൈയിലൊതുങ്ങി ഡക്കറ്റിന് മടങ്ങേണ്ടി വന്നു. തൊട്ടുപിന്നാലെ തന്നെ തുറന്ന റഹാൻ അഹമ്മദും 24 റൺസെടുത്ത് വനിന്ദു ഹസരംഗയുടെ പന്തിൽ ജെഫ്രി വാൻഡർസായിക്ക് ക്യാച്ച് നൽകി മടങ്ങി. തുടക്കത്തിലെ ഈ വിക്കറ്റ് നഷ്ടങ്ങൾക്ക് ശേഷം ജോ റൂട്ടും ജേക്കബ് ബെദലും ചേർന്നാണ് ഇംഗ്ലണ്ട് ഇന്നിംഗ്സ് മുന്നോട്ട് നയിക്കുന്നത്. ശ്രീലങ്കൻ ബൌളിംഗ് മികച്ച കൂട്ടുകെട്ട് പടുത്തുയർത്താനുള്ള ശ്രമത്തിലാണ് ഇരുവരും. ഇപ്പോൾ ലഭിക്കുന്ന ലൈവ് അപ്ഡേറ്റുകൾ പ്രകാരം 30 ഓവർ പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 154 റൺസ് എന്ന നിലയിലാണ് ഇംഗ്ലണ്ട്. റൂട്ടും ബെദലും അർദ്ധ സെഞ്ചുറികൾ പൂർത്തിയാക്കി ക്രീസിലുണ്ട്. ശ്രീലങ്ക നയിക്കുന്ന ശ്രീലങ്കൻ ടീം ഈ നിർണായകമായ മത്സരത്തിൽ തിരിച്ചെത്തിയ വനിന്ദു ഹസരംഗയും ജെഫ്രി വാൻഡർസായും ഉൾപ്പെടെയുള്ള ശക്തമായ ഒരു ബൌളിംഗ് നിരയെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത്. സ്പിന്നിന് അനുകൂലമായ ഈ സാഹചര്യം ഇവർ മുതലെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മൂന്നാം ഏകദിനത്തിന്റെ പ്രാധാന്യം വെറും ഈ സീരീസിന്റെ ഫലത്തിൽ ഒതുങ്ങുന്നില്ല കേട്ടോ. ഇന്ത്യയും ശ്രീലങ്കയും ഒരുമിച്ച് ആതിഥേയത്വം വഹിക്കാൻ പോകുന്ന 2026 ICC പുരുഷ T20 ലോകകപ്പിനുള്ള ഒരു പ്രധാന തയ്യാറെടുപ്പ് കൂടിയാണിത്. രണ്ട് ടീമുകളിലെയും പ്രധാന താരങ്ങൾ ഈ കളികൾ ഉപയോഗിച്ച് അവരുടെ ഫോം മിനുക്കാനും ലോകകപ്പിന് മുൻപ് ടീമിലെ സ്ഥാനം ഉറപ്പിക്കാനും നോക്കുകയാണ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം സമനിലയിലാക്കിയ അവർക്ക് ഒരു ജയം അവരുടെ വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ കരുത്ത് ഉറപ്പിക്കാനും ആത്മവിശ്വാസം കൂട്ടാനും സഹായിക്കും. മറുവശത്ത് സ്വന്തം നാട്ടിൽ ശ്രീലങ്ക ഒരു ജയം നേടിയാൽ സ്വന്തം സാഹചര്യങ്ങളിലുള്ള അവരുടെ ടീമിന് അത് വലിയൊരു ഉത്തേജനമാകാനും സാധ്യതയുണ്ട്. ഈ കളി വ്യക്തിഗത താരങ്ങളുടെ റാങ്കിങ്ങിനെയും സ്വാധീനിക്കും. ഒപ്പം വലിയ സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളിൽ അവരുടെ കഴിവുകൾ പുറത്തെടുക്കാനുള്ള ഒരു വേദിയുമാകുമിത്. ഇംഗ്ലണ്ടിന്റെ ശ്രീലങ്കൻ പര്യടനത്തിന്റെ ഇപ്പോഴത്തെ ഷെഡ്യൂൾ നോക്കിയാൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ ഏകദിന പരമ്പര കഴിയുന്നതോടെ ജനുവരി 30 വെള്ളിയാഴ്ച തുടങ്ങുന്ന 3 മത്സരങ്ങളുള്ള T20 അന്താരാഷ്ട്ര പരമ്പരയിലേക്ക് ശ്രദ്ധ മാറും. ഈ T20 മത്സരങ്ങൾ വരാനിരിക്കുന്ന ലോകകപ്പിന് സമാനമായ സാഹചര്യങ്ങളിൽ പുതിയ തന്ത്രങ്ങൾ പരീക്ഷിക്കാനും കളിക്കാരെ മാറി ഇറക്കിനോക്കാനും ഇരു ടീമുകൾക്കും അവസരം നൽകും. ഈ മത്സരങ്ങളിലെ കളിക്കാരുടെ പ്രകടനം ലോകകപ്പിനുള്ള ടീമിനെ തിരഞ്ഞെടുക്കുന്ന ദേശീയ സെലക്ടർമാർക്ക് വളരെ നിർണായകമാണ്. നടന്നുകൊണ്ടിരിക്കുന്ന ഈ മത്സരം ആധുനിക അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ വാശിയേറിയ മത്സരബുദ്ധിക്കും തന്ത്രപരമായ മികവിനും ഒരു ഉദാഹരണമാണ്. ഓരോ റണ്ണും വിക്കറ്റും ഈ വാശിയേറിയ പരമ്പരയുടെ കഥയ്ക്ക് മാറ്റുകൂട്ടുന്നു. സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ചിലെ ബാറ്റിംഗ് രീതികളും ബൌളിംഗ് മാറ്റങ്ങളും പോലുള്ള തന്ത്രപരമായ തീരുമാനങ്ങൾ ഈ ഏകദിന പരമ്പരയുടെ അന്തിമ വിജയിയെ തീരുമാനിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാകും. I hope you got some value out of this video. And if you're sitting there thinking you want to build something like this yourself, you don't have to start from scratch. I built Helios to give creators an unfair advantage. It takes the heavy lifting out of the process so you can focus on the ideas. It's exactly what I use, and now it's available for you too. The link is in the description. Don't just watch the future. Go build it with Helios. I'll see you in the next one.